ഹായ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞങ്ങൾ കർണാടകയിലെ ഒരു ഹിൽ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. മന്ദാരഗിരി ഹിൽ. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ അകലെ തുംകൂർ ജില്ലയിലാണ് അതിമനോഹരമായ മന്ദാഗിരി ഹിൽ. ജൈനമത തീർത്ഥാടന കേന്ദ്രമായ ഈ ഹില്ലിലെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മലമുകളിലേക്ക് എത്തിപ്പെടണം. മലമുകളിൽ എന്താണെന്നല്ലേ? മലമുകളിൽ 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ജൈനമത ക്ഷേത്രമുണ്ട്. അവിടേക്ക് എത്തിച്ചേരാൻ 2 മാർഗമുണ്ട്. ഒന്ന്, പീകോക്കിൻ്റെ ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഗുരുമന്ദിർ വഴി. അവിടെ കാണുന്ന സ്റ്റെപ്പ് വഴി മുകളിലെത്താം. ഏകദേശം 450ഓളം സ്റ്റെപ്പുകൾ. അവിടെ ട്രെക്കിംഗ് സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊരു വഴി റോഡ് മാർഗം മുകളിലെത്താം. ഇവിടത്തെ ഭംഗി മുഴുവൻ ആസ്വദിക്കണമെങ്കിൽ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഈ റോഡ് നടന്നോ വാഹനങ്ങളിലോ മുകളിലെത്തിച്ചേരാവുന്നതാണ്. ഞങ്ങൾ റോഡ് മാർഗം മുകളിലേക്ക് പോയി. ഇവിടെ പ്രത്യേകം ടൈമിംഗ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. രാവിലെ 6 മണി മുതൽ 10:30 വരെയും വൈകിട്ട് 3 മണി മുതൽ 6 വരെയുമാണ്. വാഹനങ്ങൾക്ക് ഈ വഴിയിലൂടെ കടന്നു പോകാൻ 40 രൂപയാണ്. എന്നാൽ പ്രത്യേകിച്ച് പാർക്കിംഗ് ചാർജ് ഒന്നും തന്നെയില്ല. ഞങ്ങൾ ഏകദേശം 5 മണിയോടെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3900 അടി ഉയരത്തിലാണ് മന്ദാഗിരി ഹിൽ. അതുകൊണ്ട് തന്നെ നല്ല കാറ്റും ചെറിയ തണുപ്പുമൊക്കെയായി നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഈ കാണുന്നതാണ് മൈതാലക്കരെ ലേക്ക്. വളരെ മനോഹരമായ ലേക്കല്ലേ? ഈ തടാകത്തിന് സമീപമായി തകർന്ന ഒരു ജൈനമത ക്ഷേത്രമുണ്ട്. അതിലൊരു തീർത്ഥങ്കര പ്രതിമയുമുണ്ട്. അവിടേക്ക് നടന്നു കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ വളരെ ശ്രമകരമായ ഒരു ടാസ്ക്കായി തോന്നി. പതുക്കെ നിന്നും സംസാരിച്ചും ആസ്വദിച്ചും ഞങ്ങൾ മല കയറി. വാഹനങ്ങളിൽ കുന്നിൻ്റെ മുകളിൽ വരെ പോകാൻ കഴിയും. പക്ഷേ ഞങ്ങൾ നടക്കാമെന്ന് തീരുമാനിച്ചു. അത് മറ്റൊരു അനുഭവമല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ആ തകർന്ന ജൈന ക്ഷേത്രം. ഇതിന് സമാനമായി കിടക്കുന്ന മറ്റൊരു കുന്നിലാണ് വീഡിയോയിൽ ആദ്യം പറഞ്ഞ 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ജൈന ക്ഷേത്രം. ഇനി നമുക്ക് അവിടേക്ക് പോകാം. അവിടെ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 10 രൂപയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ 12-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച 4 ക്ഷേത്രങ്ങളും ഒരു സ്തൂപവും ഒരു വലിയ കൽമതിലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. വളരെ മനോഹരമായ നിർമ്മിതിയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരവുമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റാണ്. ഞാൻ വീഡിയോയുടെ ആദ്യം കാണിച്ച സ്റ്റെപ്പ് വഴി വരുമ്പോൾ ഇവിടെ എത്തിച്ചേരുകയും അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനും കഴിയും. അങ്ങനെ വരുമ്പോൾ ലേക്കും മറ്റു വ്യൂസും മിസ്സാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴിയെ വന്നത്. ഇവിടേക്ക് വരുമ്പോൾ ടൈമിങ്ങിൻ്റെ കാര്യം കുറച്ച് ശ്രദ്ധിക്കുക. 3 മണിയാകുമ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നാൽ കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. സമയം 6 മണിയോട് അടുത്തു. ഇനി ഇവിടെ അധിക നേരം സ്പെൻഡ് ചെയ്യാൻ സെക്യൂരിറ്റി അനുവദിക്കില്ല. ഇരുട്ടാകുമ്പോൾ റിസ്ക് കൂടുന്നത് കൊണ്ടാകാം ഞങ്ങളും തിരിച്ചിറങ്ങി. ഇനി പീകോക്ക് ടെമ്പിളിലേക്ക്, അതിനടുത്തുള്ള മറ്റൊരു ജൈന ക്ഷേത്രത്തിലേക്കും പോകാം. അത് മലയുടെ താഴെയാണല്ലോ. മല കയറുന്നതിനേക്കാൾ ഇറങ്ങാൻ എളുപ്പമല്ലേ. പക്ഷേ ശ്രദ്ധിക്കണം, മുകളിൽ നിന്നും വരുന്ന വാഹനങ്ങളെ. ഈ കാണുന്നതാണ് മലയുടെ അടിവാരത്തുള്ള ചന്ദ്രപ്രഭ ക്ഷേത്രം. 21 അടി ഉയരമുള്ള ഒറ്റക്കല്ലായിട്ടുള്ള ചന്ദ്രപ്രഭയുടെ പ്രതിമയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടേക്ക് എൻട്രി ഫീ ഒരാൾക്ക് 10 രൂപയാണ്.
ഇതിനടുത്താണ് പീകോക്ക് ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഗുരുമന്ദിർ. 81 അടി ഉയരമുള്ള ഈ ക്ഷേത്രം ജൈന ആചാര്യൻ ശാന്തി സാഗറിന് സമർപ്പിച്ചിരിക്കുന്നു. വളരെ മനോഹരമായ നിർമ്മിതി. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതിനകത്തെ മനോഹരമായ ദൃശ്യങ്ങൾ എന്നെന്നും ഇതുപോലെ നിലനിൽക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.